ഒരു റെയിൻഹാർഡ് ബോംഗെ പ്രാർത്ഥനാകഥ. നൈജീരിയയിലെ തന്റെ ആദ്യകാല സുവിശേഷ പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ റെയിൻഹാർഡ് ബോംഗെ ഒരു തുറന്ന യോഗം നടത്തുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി സുവിശേഷം കേൾക്കാൻ വളരെ ദൂരം നടന്നുപോയി. എന്നാൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടി കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ജനക്കൂട്ടം ചിതറാൻ തുടങ്ങി. പ്രാദേശിക സംഘം യോഗം റദ്ദാക്കാൻ ബോംഗെയെ പ്രേരിപ്പിച്ചു. എന്നാൽ റെയിൻഹാർഡ് ഉറച്ചുനിന്നു. ആ ദിവസം ജനങ്ങളോട് പ്രസംഗിക്കാൻ ദൈവം തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവം ആരംഭിച്ചത് മഴ തടയാൻ അദ്ദേഹം അനുവദിക്കില്ല. നനഞ്ഞും കുഴപ്പങ്ങളാലും ചുറ്റപ്പെട്ടും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അദ്ദേഹം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ ഈ മഴ നിർത്താൻ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവേ, നീ ജനങ്ങളെ കൊണ്ടുവന്നു. നിന്റെ വചനം ശൂന്യമായി മടങ്ങരുത്. സുവിശേഷം പുറപ്പെടാൻ ഈ മഴ നിർത്തുക. കഥ പറയുന്നപോലെ തൽക്ഷണം മഴ നിന്നു. കുറയുക മാത്രമല്ല, പൂർണ്ണമായും നിലച്ചു. മീറ്റിംഗ് സ്ഥലത്തിനു മുകളിൽ ആകാശം തെളിഞ്ഞു. അതേസമയം ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മഴ തുടർന്നതായി റിപ്പോർട്ടുണ്ട്. നിരവധി സാക്ഷികൾ അത്ഭുതത്താൽ അത്ഭുതപ്പെട്ടു. യോഗം പുനരാരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ആ രാത്രിയിൽ ക്രിസ്തുവിന് ജീവൻ നൽകി. പ്രാർത്ഥനയുടെയും തീയുടെയും പാരമ്പര്യം. റെയിൻഹാർഡ് ബോംഗെയുടെ ജീവിതം അത്തരം നിമിഷങ്ങളാൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, പ്രാർത്ഥന യുദ്ധത്തിനുള്ള ഒരുക്കമല്ല, പ്രാർത്ഥനയാണ് യുദ്ധം. ഓരോ പ്രചാരണത്തിനും മുമ്പായി ദൈവത്തെ അന്വേഷിച്ച് അദ്ദേഹം മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു.